കൊല്ലത്ത് ഡ്യൂട്ടിക്കിടെ ഡോക്ടർ വന്ദനാദാസിനെ കൊലപ്പെടുത്തിയ കേസിൽ ഇന്ന് വിധിയാണ്. കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. പൂയപ്പള്ളി സ്വദേശി സന്ദീപാണ് കേസിലെ ഏക പ്രതി. 70-ലധികം സാക്ഷികളെയാണ് കോടതി വിസ്തരിച്ചത്. 22 തൊണ്ടിമുതലുകളും 207 രേഖകളും പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കി. എസ് വിനീഷ് വിവരങ്ങളുമായി ചേരും. വിനീഷ്, ഞെട്ടിപ്പിച്ച ഒരു കേസാണ്. വളരെ കൃത്യമായി തെളിവുകൾ പ്രോസിക്യൂഷൻ ഹാജരാക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. മറ്റ് വിവരങ്ങൾ എന്താണ്? തീർച്ചയായും രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ പ്രമാദമായ ഒരു കേസാണ്. 2021 മെയ് 10-നായിരുന്നു ഡോക്ടർ വന്ദനാദാസ് കൊല്ലപ്പെടുന്നത്. ഈ പ്രമാദമായ കേസിന്റെ വിധിയാണ് ഇന്ന് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി പറയുന്നത്. ഈ കേസിന്റെ വിചാരണയിൽ പ്രോസിക്യൂഷൻ ശക്തമായ തെളിവുകളാണ് ഹാജരാക്കിയത്. കേസിൽ 70-ലധികം സാക്ഷിമൊഴികൾ കോടതി പരിഗണിച്ചിട്ടുണ്ട്. 22 തൊണ്ടിമുതലുകൾ തെളിവായി തന്നെ സമർപ്പിക്കുകയും ചെയ്തു. ഇതിൽ അക്രമത്തിൽ ഉപയോഗിച്ച ആയുധം, രക്തക്കറകൾ ഉള്ള വസ്തുക്കൾ, സംഭവ സ്ഥലത്തെ മറ്റ് തെളിവുകളെല്ലാം ചേർത്താണ് 22 തൊണ്ടിമുതലുകളായി ഹാജരാക്കിയത്. അതുപോലെ തന്നെ എഫ്ഐആർ, കേസ് ഡയറി, മെഡിക്കൽ റിപ്പോർട്ടുകൾ, പോസ്റ്റ്മോർട്ടം രേഖകൾ, ഫോറൻസിക് റിപ്പോർട്ടുകൾ അടക്കം 200-ലധികം രേഖകൾ കോടതി ഹാജരാക്കുകയും ചെയ്തു. ഇവയ്ക്ക് പുറമെയാണ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെ CCTV ദൃശ്യങ്ങൾ. അത് വളരെ നിർണായകമാണ്. ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഈ പ്രതി അക്രമം നടത്തുന്നതും ഡോക്ടറെ കൊലപ്പെടുത്തുന്ന ദൃശ്യങ്ങളടക്കം കോടതി ഹാജരാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർമാർ, പിന്നെ ആ ആശുപത്രിയിലെ മറ്റ് ഡോക്ടർമാർ, നഴ്സുമാർ, പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ നിരവധി പേരെ കോടതിയിൽ നേരിട്ട് സാക്ഷികളായി കോടതി വിസ്തരിച്ചു. ഇവരുടെ മൊഴികളും ഈ കേസിൽ വളരെ നിർണായകമാണ് രഞ്ജിത്ത്. അതുപോലെ തന്നെ പ്രതി സന്ദീപിന്റെ ആക്രമണം ഉദ്ദേശപൂർവ്വമാണെന്ന് കോടതിയിൽ പ്രോസിക്യൂഷൻ വാദിച്ചു. അതുപോലെ തന്നെ പ്രതിക്ക് മാനസിക അസ്വസ്ഥതകൾ ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിഭാഗം കോടതിയിൽ വാദിച്ചിരുന്നു. എന്നാൽ ശക്തമായ തെളിവുകളാണ് ഇതിനെ പ്രതിരോധിക്കാനായിട്ട് പ്രോസിക്യൂഷൻ നിരത്തിയത്. ഇതെല്ലാം കോടതി കൃത്യമായി നിരീക്ഷിക്കുകയും ചെയ്തു. ശക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കേസ് അന്തിമഘട്ടത്തിലേക്ക് നീങ്ങിയതും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിന്റെ വാദം പൂർത്തിയാവുകയും ചെയ്തതും. അതുപോലെ തന്നെ സാക്ഷിമൊഴികളും ശാസ്ത്രീയ തെളിവുകളും ചേർന്ന ശക്തമായ കേസ്. ഈ കേസിന്റെ വിധി കേൾക്കാൻ സമൂഹം കാത്തിരിക്കുകയാണ്. ഇന്ന് വന്ദനദാസിന്റെ മാതാപിതാക്കളും വിധി കേൾക്കാനായി കോടതിയിലെത്തുന്നുണ്ട്. ശരി.